ജോഷി സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് റൺവേ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ഭാരതിയമ്മ. വിധവയാണ്. 2 ആൺമക്കളും 1 പെണ്ണുമാണ് അമ്മയ്ക്കുള്ളത്. ഔട്ട് ഹൗസിൽ പുതിയ താമസക്കാർ വരികയാണെന്ന്. കൃഷ്ണൻ നായരും മകൾ ഗോപികയും. കൃഷ്ണൻ നായരുടെ വല്യച്ഛൻ്റെ മകൻ ദിവാകരനുമുണ്ട്. ഗോപികയുടെ അമ്മ മരിച്ചുപോയതാണ്. അച്ഛൻ്റെ ആയുർവേദ ചികിത്സ ഇവിടെ അടുത്താണ്. അത് കഴിയുന്നതുവരെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്. ഗോപിക സംഗീത പഠനം കഴിഞ്ഞു നിൽക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ജയിലറാണ് ദിവാകരൻ. ഇന്ന് രാത്രി എല്ലാവരും ഒരുമിച്ച് ഭാരതിയമ്മയുടെ വീട്ടിൽ അത്താഴമുണ്ണുകയാണ്. മൂത്ത മകൻ ഉണ്ണി ദുബായിലാണ്. അദ്ദേഹമാണ് ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമെന്ന് പറയുകയാണ് അമ്മ. ഇളയ മകൻ ബാലുവാകട്ടെ SI ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ജ്യേഷ്ഠൻ ഉണ്ണിയുടെ പരീക്ഷണശാല പരിചയപ്പെടുത്തുകയാണ് അനിയത്തി അമ്പിളി. പിറ്റേ ദിവസം രാവിലെ ഒരു ബെൻസ് കാർ വന്ന് നിൽക്കുകയാണ്. പലിശക്കാരൻ കറിയാച്ചനാണ്. ഈ വീടും സ്ഥലവും പണയപ്പെടുത്തി പണം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടവും മുടങ്ങിയിരിക്കുകയാണ്. പ്രശ്നമുണ്ടാകുമ്പോൾ കൃഷ്ണൻ നായരും ഇടപെടുന്നുണ്ട്. ഭർത്താവുണ്ടായിരുന്ന കാലത്ത് തുടങ്ങിയ സോപ്പ് കമ്പനി പൊളിഞ്ഞതുമൂലം ഉണ്ടായ കടബാധ്യതയാണ്. അതിപ്പോൾ തലവേദനയായിരിക്കുകയാണ് ഭാരതിയമ്മയ്ക്കും കുടുംബത്തിനും. രാത്രി ഒരാൾ ഭാരതിയമ്മയുടെ വീട്ടിലേക്ക് പണവുമായി വന്നതാണ്. സംശയം തോന്നിയ ഇവിടുത്തെ ഇളയ മകൻ ബാലു ചോദ്യം ചെയ്യുന്നു. പേര് പാണ്ഡ്യൻ. അത്രമാത്രം പറഞ്ഞ് അയാൾ പണം നൽകി ഉടൻ തിരികെ പോയി. SI ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന ബാലു ഇക്കാര്യം നോട്ട് ചെയ്തു. എന്നാൽ അമ്മയ്ക്കും അമ്പിളിക്കും അസ്വാഭാവിക തോന്നിയതുമില്ല. ഇതിനിടയിൽ ഗോപികയെ മൂത്ത മകൻ ഉണ്ണിക്ക് വിവാഹം ആലോചിക്കുകയാണ് അമ്പിളി. ഇതേ കാര്യം തന്നെ ബാലുവും പറഞ്ഞപ്പോൾ കാര്യം സീരിയസ് ആയി. അവർ ദുബായിൽ നിന്നുള്ള ഉണ്ണിയുടെ വരവ് കാത്തിരിക്കുകയാണ്. ദാ ഒരു കാർ വന്നു. പക്ഷേ ഉണ്ണിയേട്ടനല്ല. ഇതെന്റെ ഉണ്ണിയേട്ടനൊന്നുമല്ല. ഇതേതോ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. ദുബായിൽ നിന്ന് ഉണ്ണി കൊടുത്തയച്ച ലഗേജുമായി വന്നതാണ് ബിജു. ഉണ്ണി ദുബായിൽ വലിയ നിലയിലാണെന്നൊക്കെ പറയുകയാണ് അദ്ദേഹം. ഉണ്ണിയുടെ വലിയ പൊഷനല്ലേ എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്ക. എന്നാൽ കാര്യങ്ങളിൽ തൊട്ട് വിവരിക്കുകയാണ് ബിജു. ഉണ്ണി ദുബായിൽ അല്ല, ജയിലിലാണ് എന്ന സൂചന ദൃശ്യങ്ങളിൽ നൽകുന്നുണ്ട്. സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ, ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ, ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരാ. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന ഉണ്ണി. ബിജു ഉണ്ണിയുടെ സഹതടവുകാരനാണ്. വീണ്ടും ജയിലിലേക്ക്. ഉണ്ണിയുടെ സ്നേഹമുള്ള വീട്ടുകാരെക്കുറിച്ച് പറയുകയാണ് ബിജു. വിഷമദ്യ ദുരന്തത്തിൽ 4 പേർ മരിച്ചതിനെ തുടർന്ന് അബ്കാരി ചിന്നാടൻ വർക്കിയുടെ മകൻ ചിന്നാടൻ ബാബു തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക്. ജയിലിൽ അധികകാലം കിടത്തില്ല എന്ന് ചിന്നാടൻ വർക്കി പറയുന്നുണ്ട്. ഉണ്ണിയും ചിന്നാടൻ ബാബുവും തമ്മിൽ കാണുന്നു. അവർ നേർക്കുനേർ. നിന്നെ കൊല്ലും എന്നു പറഞ്ഞ് ചിന്നാടൻ ബാബു. സംഘർഷമാകുന്നു. ജയിലർ ദിവാകരൻ ഉണ്ണിയെ ശാസിക്കുന്നു. കൊലപാതക കേസിൽ 4 വർഷം ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഉണ്ണിയുടെ പരോൾ റെഡിയായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ജയിലർ പറയുന്നു. ചിന്നാടൻ ബാബു മർദ്ദിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കഥ പറയുകയാണ് ഉണ്ണി. വീട്ടിൽ കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന സമയം. ഒരു രാത്രി ഉണ്ണി വീട് വിട്ടിറങ്ങുകയാണ്. കുടുംബത്തെ രക്ഷിക്കണം, അതാണ് മനസ്സിൽ. ഹൈവേയിൽ നിൽക്കുമ്പോൾ ഒരു ലോറി വരുന്നത് കണ്ട് അതിന് കൈനീട്ടി. ലോറി നിർത്തിയപ്പോൾ അതിൽ കയറി. ഡ്രൈവറോട് എങ്ങോട്ടാ? പോലീസ് പിടിച്ചില്ലെങ്കിൽ എത്തേണ്ടടുത്തെത്തും. പോലീസോ? അതെന്താ എന്റെ വണ്ടിയില്? സ്പിരിറ്റ്. സ്പിരിറ്റോ? ഭായിയുടെ പേരെന്താ എന്ന് ചോദിച്ചപ്പോൾ പേര് പറയാൻ അയാൾ മടിച്ചു. എന്നാൽ ഭായി എന്ന് തന്നെ വിളിച്ചോ എന്നും പറഞ്ഞു. ഭായ് പുണ്യാളന് നേർച്ചയിടാൻ ലോറി നിർത്തുന്നു. ഈ സമയം പോലീസ് എത്തുമ്പോൾ ഭായ് ഓടി രക്ഷപ്പെടുകയാണ്. ചിന്നാടൻ വർക്കിയുടെ വീട്ടിലെത്തി കാര്യം പറഞ്ഞപ്പോൾ ചിന്നാടന്റെ മക്കൾ വിശ്വസിച്ചില്ല. ഇയാൾ ലോഡ് മറിച്ചു വിറ്റുകാണും എന്നു പറഞ്ഞ് ഭായിക്കെതിരെ തിരിയുന്നു. പെട്ടെന്ന് ലോറിയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ലോഡുമായി മുറ്റത്തെത്തിയ ഉണ്ണിയെയാണ് അവർ കണ്ടത്. എന്റെ പുണ്യാളം കൊണ്ടുവന്ന ഇവനെ. ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഇനി ഞാൻ നിങ്ങളോട് വന്നാൽ ശരിയാവില്ല എന്നു പറഞ്ഞ് ഭായി എന്ന ചാണ്ടി ചിന്നാടന്റെ കൂടെ നിന്നും ഒഴിവായി പോകുന്നു. കൂടെ ഉണ്ണിയും. രാത്രി അത്താഴം ഭായിയുടെ വീട്ടിൽ. മകൻ ജോണിയും ഭാര്യയുമുണ്ട്. പണ്ട് തങ്ങൾ ഏറ്റെടുത്തു വളർത്തിയ പരമശിവന്റെ മുഖഛായയുള്ളതുകൊണ്ട് അവർ ഉണ്ണിയെ ശിവ എന്ന് അറിയാതെ വിളിച്ചു. അതായത് പരമശിവൻ എന്ന്. അങ്ങനെ ചാണ്ടിയും, അതായത് ഉണ്ണിയുടെ ഭായിയും ഉണ്ണിയും തമ്മിൽ അടുത്തു. സ്വന്തമായി സ്പിരിറ്റ് ബിസിനസ് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നു ഉണ്ണി. എന്നാൽ അത് റിസ്ക് ആണെന്ന് ഭായ്.
സാധനം കിട്ടിയ കാശ് മുടക്കില്ലാതെ ചെക്ക് പോസ്റ്റ് എടുത്തണ കാര്യം ഞാൻ ഏറ്റു. ഉറപ്പു പറയുകയാണ് ഉണ്ണി, അല്ല പരമശിവം. വാളയാർ ചെക്ക് പോസ്റ്റിൽ പരമശിവത്തിന്റെ ആദ്യ ലോഡ്. എന്താടോ വണ്ടിയില്? ഐസാണ് സാറേ. പരിശോധനയിൽ ഐസ് തന്നെ. ഐസ് ലോഡ് കണ്ട ഭായിക്ക് ഐസ് പൊട്ടിച്ച് സ്പിരിറ്റ് പാക്കറ്റ് കാണിക്കുകയാണ് പരമശിവം. വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസ് ആവും. പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം. പ്രതിഫലം എത്ര വേണം എന്ന് ചോദിച്ചപ്പോൾ ചിന്നാടൻ ഭായിക്ക് നൽകിയിരുന്ന ലോഡിന് 5000 രൂപ തന്നെ തനിക്കും മതി എന്ന് പരമശിവം. അങ്ങനെ ഭായിയുടെ വിശ്വസ്തനായി പരമശിവം ലോഡുകൾ കടത്തി. ചെക്ക് പോസ്റ്റിൽ ബന്ധങ്ങളായി. ഭായിയും വളർന്നു. കാറുകളും ലോറികളും. ഭായിയുടെ വലങ്കയ്യായ പരമശിവം അങ്ങനെ വാളയാർ പരമശിവം എന്നറിയപ്പെട്ടു. പരമശിവത്തിനും കൂട്ടാളികളുണ്ടായി, അച്ചായനും അച്ചുവേട്ടനും. പരമശിവനും ചാണ്ടിയും വളർന്നതോടെ ചിന്നാടന്മാർ തകർന്നു. ഒരു ദിവസം പരമശിവനും ഭായിയും കാറിൽ യാത്ര ചെയ്യവേ ചിന്നാടന്റെ മകൻ ലോറി ഇടിപ്പിച്ചു. രണ്ടുപേരെയും വധിക്കാനായിരുന്നു ശ്രമം. ഇതിനിടയിൽ ഭായി ചിന്നാടന്റെ മകനെ വെടിവെച്ചു. തൽക്ഷണം മരിച്ചു. ഈ കൊലക്കുറ്റം പരമശിവം ഏറ്റെടുത്തു. ഭായിക്ക് ഭാര്യയും മകനും ഉണ്ടല്ലോ എന്നതായിരുന്നു പരമശിവന്റെ ചിന്ത. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റെടുത്ത ശിവത്തിന്റെ ശിക്ഷ കേസ് കളിച്ച് ഭായി 4 വർഷമായി കുറച്ചു. ദുബായിൽ നിന്നും എന്നു പറഞ്ഞ് വീട്ടിലേക്ക് എല്ലാ മാസവും പണം എത്തിക്കുന്നത് ഭായിയാണ്. ജയിലിൽ വിറക് കീറുന്ന ചിന്നാടൻ ബാബു പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തന്ത്രമാണ്. ഉടൻ എത്തുന്ന ഡോക്ടർ പറയുകയാണ്, ഹീസ് വെരി സീരിയസ്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. എന്നാൽ കൗശലം തിരിച്ചറിഞ്ഞ ശിവം അതിന് എതിര് നിൽക്കുന്നു. ഒരു ചവിട്ട് കൊടുത്ത് ചിന്നാടന്റെ കള്ളത്തരം പൊളിക്കുന്നു. കലിപൂണ്ട ജയിൽ ഉദ്യോഗസ്ഥൻ ശിവത്തിന്റെ പരോൾ 5 ദിവസമായി വെട്ടിക്കുറയ്ക്കുന്നു. ഉണ്ണി പരോളിലിറങ്ങുന്നു. അച്ചായനും അച്ചുവേട്ടനും കൂട്ടാനെത്തുന്നു. കാറിന്റെ താക്കോലും നൽകുന്നു. ജയിലിൽ നിന്നിറങ്ങിയ പരമശിവം ഉണ്ണിയായി തന്റെ വീട്ടിലേക്ക്. വീട്ടുകാർക്ക് ഉണ്ണി ദുബായിലാണ്. വീട്ടിലെത്തി ഉണ്ണിയെ കണ്ട അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഏട്ടൻ വന്നതറിഞ്ഞ് ബാലുവും അമ്പിളിയും സന്തോഷത്തിൽ. ഗോപിക ആകാംക്ഷയോടെ ഉണ്ണിയേട്ടനെ നോക്കുകയാണ്. ഗോപികയുമായുള്ള ഉണ്ണിയുടെ വിവാഹം ആലോചിച്ചു വെച്ചിരിക്കുകയാണ് വീട്ടുകാർ. ഇക്കാര്യം ഉണ്ണിയോട് പറയാതെ ഗോപികയുടെ വീട്ടിലേക്ക് ഉണ്ണിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണവർ. ചെക്കൻ അറിയാതെ ഒരു പെണ്ണുകാണൽ ചടങ്ങ്. എന്നാൽ കാര്യമറിയാതെ ഉണ്ണി വിടുവായിത്തരം വിളമ്പിയതോടെ ബാലുവും അമ്പിളിയും ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരുന്നു. വഴിയിൽ കാര്യം തുറന്നു പറയുന്നു. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞ പെണ്ണാണല്ല. ഉടൻ കല്യാണം നടത്താനാണ് ആലോചന. എന്നാൽ പരോളിൽ ഇറങ്ങിയ ഉണ്ണി ആകെ പരിഭ്രമത്തിലായി. സ്വപ്നം കണ്ട് പേടിക്കുന്നു. ഗോപികയുമായി സംസാരിക്കുകയാണ്. ദുബായിൽ ഒരു ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ അന്ധയും ബധിരയുമായ മകളുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല എന്ന്. ഈ കള്ളക്കഥ വിശ്വസിച്ച് ഗോപിക സങ്കടപ്പെട്ടു പോകുന്നു. ഉണ്ണി അവധി കഴിഞ്ഞ് ദുബായിലേക്ക്, അല്ല ജയിലിലേക്ക്. ഈ സമയം ജയിലർ ദിവാകരൻ, ഗോപികയുടെ ഇളയച്ചൻ, ഗോപികയെ കാണാൻ വരുന്നു. വന്നതല്ലേ, ഉണ്ണിയെ കണ്ടിട്ടു പോകാമെന്ന് ദിവാകരൻ. എന്നാൽ ഉണ്ണി ഓടിയൊളിക്കുന്നു. ഉണ്ണി എന്ന പരമശിവം പരോൾ കഴിഞ്ഞ് വീണ്ടും ജയിലിൽ. ചിന്നാടൻ ബാബു ലക്ഷങ്ങൾ എറിഞ്ഞ് ആശുപത്രിയിലേക്ക് മാറിയിരിക്കുന്ന വിവരം പരമശിവം അറിഞ്ഞു. ജയിലിൽ വിജിലൻസ് അന്വേഷണത്തിന് വരുന്നുണ്ട്. കൈക്കൂലി വാങ്ങിയവർ കുടുങ്ങും എന്നു പറഞ്ഞ് പരമശിവം ദിവാകരനെ ഭീഷണിപ്പെടുത്തുന്നു. ചിന്നാടൻ ബാബു ആശുപത്രിയിൽ നിന്ന് വീണ്ടും ജയിലിലേക്ക്. വീട്ടിൽ നിന്ന് ദുബായിലേക്ക് പരമശിവത്തിന്റെ ആളുകളുടെ അടുത്തേക്ക് പോകുന്ന കത്ത് അവർ ജയിലിലേക്ക് തിരിച്ചയക്കും. അങ്ങനെ വീട്ടിലെ കത്ത് ദുബായ് വഴി ജയിലിൽ ഉണ്ണിക്ക് കിട്ടും. അനിയൻ ബാലുവിന് SI സെലക്ഷൻ കിട്ടി. ട്രെയിനിങ്ങിന് പോയിരിക്കുന്നു. അതാണ് പുതിയ വിശേഷം. ഗോപിക ജയിലിൽ ഇളയച്ചനെ കാണാൻ വരുന്നു. ഈ സമയം യാദൃശ്ചികമായി പരമശിവത്തെ അടിപിടിയെ തുടർന്ന് സൂപ്രണ്ടിന്റെ മുറിയിലെത്തിക്കുന്നു. ഇത് ഗോപിക കാണുന്നു. ഗോപിക നടുങ്ങുന്നു. ഗോപിക കണ്ടതിൽ പരമശിവം വിഷമിക്കുന്നു. പരമശിവത്തിന് ഒരു വിസിറ്ററുണ്ട്. ഗോപികയാണ്. ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ മകളുടെ കാര്യം പറഞ്ഞതും ഒഴിഞ്ഞുമാറിയതുമൊക്കെ ഗോപിക പറയുന്നു. വീട്ടിലെ എല്ലാവരെയും അറിയിക്കുമെന്ന് പറയുന്നതോടെ താൻ ആരെയും കൊന്നിട്ടില്ല, എല്ലാവർക്കും വേണ്ടിയാണ് ഇത് അനുഭവിക്കുന്നത് എന്ന് പറയുകയാണ് ഉണ്ണി. പരമശിവം ജയിൽ മോചിതനാകുന്നു. പക്ഷേ ഇത്തവണ കൂട്ടാൻ ആരും വന്നു കാണുന്നില്ല. പരമശിവം എന്ന ഉണ്ണി വീട്ടിലേക്ക്. ഗോപിക പറഞ്ഞ് അമ്മ വിവരങ്ങൾ അറിഞ്ഞോ എന്നാണ് ഉണ്ണിയുടെ പേടി. എന്നാൽ ഗോപിക ആരോടും വിവരം പറഞ്ഞിട്ടില്ല എന്നതറിഞ്ഞതോടെ ഉണ്ണിക്ക് സമാധാനം. അമ്പിളി കോളേജ് വിട്ട് ഓടി വരുന്നു. എന്നാൽ ഏട്ടനെ കണ്ടപ്പോൾ സന്തോഷമില്ല. കറിയാച്ചൻ കോളേജിൽ ചെന്ന് പൈസയുടെ കണക്ക് പറഞ്ഞ് അപമാനിച്ചത്രേ. ഉണ്ണി 6 മാസമായിട്ട് പൈസ അയക്കാത്തതുകൊണ്ട് അടവ് മുടങ്ങിയെന്നാണ് അമ്മ പറയുന്നത്. ഉണ്ണി കറിയാച്ചന്റെ കാലു പിടിക്കാൻ പോകുന്നു.
എന്നാൽ കറിയാച്ചൻ വഴങ്ങുന്നില്ല. ഉണ്ണി വീണ്ടും ദുബായിലേക്ക്. ബാലു ട്രെയിനിങ്ങിലാണ്. ഗോപിക യാത്രയാകുന്നു. നീ വരുന്നുണ്ടോ ദുബായിക്ക്? എനിക്കതിന് പാസ്പോർട്ടും വിസ ഒന്നും ഇല്ലല്ലോ. ഈ ദുബായി പോകാൻ പാസ്പോർട്ടിന് വിസയുടെ ഒന്നും ആവശ്യമില്ല. ഏ വെറും ചങ്കൂറ്റം മാത്രം മതി. ചങ്കൂറ്റോ? അതേത് ദുബായ്? വാളയാർ. ബിജുവും ഉണ്ണിയും അല്ല, വാളയാർ പരമശിവവും വാളയാറിലേക്ക്. ഭായ് ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ. പരമശിവം പോയ ശേഷം രാശിക്കുറവായിരുന്നു. ലോഡുകൾ പോലീസ് പിടിച്ചു. ചിന്നാടന്മാർ ഒറ്റിയതാണ്. വീണ്ടും തനിയെ ലോഡ് കൊണ്ടുപോകുന്ന സമയം പോലീസ് കൈകാണിച്ചപ്പോൾ ഇറങ്ങിയോടിയ തന്നെ എതിരെ വന്ന കാർ ഇടിച്ചു വീഴ്ത്തി. അങ്ങനെ ഒരു കാൽ നഷ്ടപ്പെട്ടു. ഇത് കണ്ട പരമശിവൻ ഞെട്ടി. കാല് പോയതോടെ ഒന്നിനും പറ്റാതെയായി. അച്ചായനും അച്ചുവേട്ടനും പഴയ ഉഷാർ വന്നതുപോലെ വാളയാർ പരമശിവം വീണ്ടും കളത്തിലിറങ്ങി. വീണ്ടും ലോഡുമായി ചെക്ക് പോസ്റ്റിൽ. ഡ്യൂട്ടിയിൽ പഴയ ഉദ്യോഗസ്ഥർ തന്നെ. കുറച്ച് സാധനം വണ്ടിയിലുണ്ട്, ഒന്ന് പൊക്കി തന്ന് കാശം വീട്ടിലെത്തിച്ചേക്കാന്ന് എന്ന് ശിവം. എന്നാൽ സ്പിരിറ്റാണെന്ന ധാരണയിൽ പോലീസിനെ വിളിക്കുകയാണ് ഉദ്യോഗസ്ഥൻ. പരിശോധനയിൽ ഇത് വെള്ളമാണ് സാറേ, സ്പിരിറ്റല്ല എന്ന പോലീസുകാരൻ. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ, ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. പിന്നാലെ വരുന്ന ചിന്നാടൻ വർക്കിച്ചനുമായി സംസാരം. ഇത് എന്റെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്ന് പരമശിവം. അടുത്ത ലോഡുകൾ ചിന്നാടൻ്റേത്. അവരുടെ വണ്ടി നമ്പർ ചെക്ക് പോസ്റ്റിൽ വിളിച്ച് അറിയിക്കുകയാണ് ചിന്നാടനും മക്കളും. ചെക്ക് പോസ്റ്റിൽ രഹസ്യമായി ചെന്ന് ബിജു ഈ നമ്പറുകൾ കുറിച്ചെടുക്കുന്നു. ചിന്നാടന്റെ വണ്ടികളുടെ നമ്പർ മാറ്റിവെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരമശിവൻ പ്ലാൻ ചെയ്യുന്നത്. ചിന്നാടന്റെ വണ്ടികൾ വരുന്നു. നമ്പർ പരിശോധിക്കുന്നു. എന്താടോ കോഡ്? കാലാപ്പാനി, ചിന്നാടന്റെ കാലാപ്പാനി. ലോഡ് കടന്നു പോകുന്നു. പിന്നാലെ അതേ നമ്പറുകളുള്ള ലോറികൾ വരുന്നു. അതിന് എസ്കോട്ടായി പരമശിവനും. ആ ടാങ്കറുകൾ പരിശോധിക്കുമ്പോൾ സ്പിരിറ്റാണെന്ന് മനസ്സിലാക്കുന്നു. സ്പിരിറ്റാ സാർ, ഇതിലും സ്പിരിറ്റാ സാർ, ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. കൈയെടുക്ക് സാറേ. ഏയ്, ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനെ കേറിയണ്ടല്ലോ. ഈ സമയം ചിന്നാടനും മകനും എത്തുന്നു. ലോറികൾ തന്റേതാണെന്ന് ആദ്യം പറയുന്നു. പണി പാളിയത് മനസ്സിലാക്കിയ ചിന്നാടൻ മലക്കം മറിയുന്നു. വർക്കിച്ചന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് 1 മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു എന്ന് പരമശിവം പറയുന്നതോടെ ഫീൽഡിൽ പരമശിവം വീണ്ടും കാലുറപ്പിച്ചു എന്ന് തെളിയിക്കുകയാണ്. ചിന്നാടന്മാർ തങ്ങൾക്ക് ലോഡ് കിട്ടാതിരിക്കാൻ കളിക്കുന്നുണ്ട് എന്ന് ഭായ്. റാവുവിന്റെ അടുത്ത് നിന്ന് ലോഡ് എടുക്കാമെന്ന് ജോണി. എന്നാൽ അത് വേണ്ട, സെക്കൻഡ് ക്വാളിറ്റിയാണെന്ന് ശിവം. ഇവിടെ തർക്കമുണ്ടാകുന്നു. ശിവം പറയുന്നതാണ് ഭായ് വിലക്കെടുക്കുന്നത് എന്ന് കാണുമ്പോൾ മകൻ ജോണിക്ക് പരിഭവം. ഇതിനിടയിൽ ഗോപികയുടെ അച്ഛൻ മരിച്ചതായി കത്തുവരുന്നു. പക്ഷേ തങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം ദുബായിലേക്കാണെന്ന് പറഞ്ഞു തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. ഗോപികയുടെ അച്ഛൻ മരിച്ചതോടെ ജയിലർ ദിവാകരൻ ഗോപികയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഹോസ്റ്റലിൽ നിർത്താനാണ് പ്ലാൻ. നിന്നെ ഹോസ്റ്റലിൽ നിർത്താനും തുണിക്കട പണിയെടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള്. അവൻ ദുബായിന്ന് വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും. 10 ദിവസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് കയറിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ബാലു, അതായത് വാളയാർ പരമശിവത്തിന്റെ അനിയൻ, SI ആയി ചാർജ് എടുക്കുകയാണ്. SP യുമായി സംസാരിക്കുന്നു. വാളയാറിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് SI ബാലു. ബാലു ചെക്ക് പോസ്റ്റിൽ രഹസ്യ പരിശോധനയിലാണ്. കോഴി കയറ്റി വന്ന ലോറി പരിശോധിക്കുന്നു. ഒന്നും കണ്ടെത്തുന്നില്ല. വണ്ടി പോകാൻ ഒരുങ്ങുമ്പോൾ സംശയം തോന്നിയ SI ബാലു ഒരു വശം കുത്തിപ്പൊളിക്കുന്നു. അതിൽ സ്പിരിറ്റ് കണ്ടെത്തുന്നു. ഡ്രൈവർ പിടിയിലാകുന്നു. പിടിക്കപ്പെട്ടയാളെ ബാലു ചോദ്യം ചെയ്യുന്നു. ആരുടെ ലോഡാണെന്ന് അയാൾ പറയുന്നില്ല. ഇതിനിടയിൽ ഭായ് കയറി വരുന്നു. എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കുന്ന ഭായിയെ SI ബാലു മർദ്ദിക്കുന്നു. എന്നാൽ മറ്റൊരാൾ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നു. ഇവൻ എന്റെ ബിനാമിയാ, ലോറിയും ലോഡും എന്റേതാ എന്ന് വെച്ച് നിനക്കെന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഭായിയെ തല്ലിയ SI പുതിയ പയ്യനാണ്. അയാളെ കൈകാര്യം ചെയ്യണമെന്ന് ഭായ്. അക്കാര്യം ഞങ്ങളേറ്റെന്ന് അച്ചുവേട്ടനും അച്ചായനും. ഇതിനിടയിൽ ബാലുവിന്റെ കത്തു വായിക്കുന്ന പരമശിവം. ബാലു വാളയാർ ചെക്ക് പോസ്റ്റിൽ SI ആയി ചാർജ് എടുത്തിരിക്കുന്നു എന്ന്. ശിവം ഞെട്ടുന്നു. ഭായിയെ മർദ്ദിച്ചത് ബാലുവാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും അച്ചായനും അച്ചുവും പണി തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ബാലുവിന്റെ മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കുക പ്രയാസമാണ്. ഇതിനിടയിൽ ബാലുവും അമ്മയും ഗോപികയുമെല്ലാം വാളയാറിലേക്ക് താമസം മാറിയ കാര്യം ഇവർ അറിഞ്ഞിരിക്കുന്നു. ചിന്നാടൻ ബാബു ജയിലിൽ നിന്നിറങ്ങി. ബിജുവിനെ കണ്ട് തിരിച്ചറിയുന്നു. ബിജുവിനെ മർദ്ദിക്കുന്നതറിഞ്ഞ് പരമശിവം ഓടിയെത്തുന്നു. സംഘട്ടനത്തിൽ ചിന്നാടൻ ബാബുവിന് കുത്തേൽക്കുന്നു. വിവരമറിഞ്ഞ് SI ബാലു ഓടിയെത്തുമ്പോൾ ശിവം ഓടി രക്ഷപ്പെടുന്നു. ഭായിയുടെ വീട്ടിൽ ഒളിച്ച പരമശിവത്തെ
SI ബാലു പിന്തുടരുന്നു. ശിവം വിദഗ്ധമായി രക്ഷപ്പെടുന്നു. ഇപ്പോഴും പരമശിവം തന്റെ ചേട്ടനാണെന്ന സത്യം ബാലു അറിയുന്നില്ല. ശ്രീചക്ര ഹോട്ടലിൽ ശിവത്തെ കണ്ട ചിന്നാടൻ വർക്കി SP-യെ വിളിച്ചു പറയുന്നു. ഹോട്ടലിൽ പോലീസ് എത്തിയതോടെ പരമശിവവും ബിജുവും കുടുങ്ങുന്നു. ഇവിടെയും ശിവം വിദഗ്ധമായി രക്ഷപ്പെടുന്നു. ഇവിടെ ബാലു ചേട്ടൻ ഉണ്ണിയെ കാണുന്നു. ഒരു നുണ പറഞ്ഞ് പരമശിവം തടിതെപ്പി. ഇതാണ് പരമശിവം എന്ന് ഇപ്പോഴും SI ബാലു അറിയുന്നില്ല. ദുബായിൽ നിന്നെത്തി എന്ന വ്യാജേന പരമശിവം ബാലു താമസിക്കുന്ന വീട്ടിലേക്ക്. സത്യമൂർത്തി എന്ന ഡീലർ ചിന്നാടനെ ചവിട്ടി പരമശിവത്തിന് ലോഡ് കൊടുക്കുന്നതായി മനസ്സിലാക്കിയ ചിന്നാടനും മക്കളും ഒറ്റുകൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ SI ബാലുവിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്ന പരമശിവമാണ് ഇക്കാര്യം കേൾക്കുന്നത്. ഇന്ന് പരമശിവം കുടുങ്ങും എന്ന് ബാലു. ശിവത്തെ കുടുക്കാനുള്ള പ്ലാനും പറയുന്നു. ബാലുവിന്റെ പ്ലാൻ മനസ്സിലാക്കിയ ശിവം അതനുസരിച്ച് ലോഡ് ഹൈവേയിലൂടെ തിരിച്ചുവിടുന്നു. പാരലൽ റോഡിലാണ് ബാലു ചെക്കിംഗ് പ്ലാൻ ചെയ്തത്. തന്റെ പ്ലാൻ എവിടെയോ ചോർന്നു എന്നു പറഞ്ഞു വരുന്ന ബാലു ബിജുവിനെ സംശയിക്കുന്നു, മർദ്ദിക്കുന്നു. ഇത് കണ്ട ശിവം ബാലുവിനെ ശാസിക്കുന്നു. ബിജു താമസം ബായിയുടെ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റുന്നു. ബാലു യാദൃശികമായി പാണ്ഡ്യനെ കാണുന്നു. രാത്രി വീട്ടിൽ പണം കൊണ്ടുവന്ന കാര്യം ഓർക്കുന്നു. ബാലു പാണ്ഡ്യനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പരമശിവത്തിന് വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്ന് പാണ്ഡ്യൻ സമ്മതിക്കുന്നു. ബാലു തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക്. പരമശിവത്തിന്റെ കേസ് ഹിസ്റ്ററി പരിശോധിക്കുന്ന ബാലു ഞെട്ടി. തന്റെ ചേട്ടൻ ഉണ്ണിയാണ് വാളയാർ പരമശിവം എന്ന സ്പിരിറ്റ് കടത്തുകാരൻ. രാത്രി വീട്ടിൽ കുശലം പറഞ്ഞിരിക്കുമ്പോഴാണ് ബാലു കയറി വരുന്നത്. പരമശിവത്തെ കിട്ടിയ കാര്യം പരോക്ഷമായി പറയുകയാണ് ബാലു. എന്നാൽ വെളിപ്പെടുത്തുന്നില്ല. എന്നിട്ടാളെ കിട്ടിയോട്ടാ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. വാളയാർ പരമശിവം, ഫാദർ നിൽ, മദർ നിൽ, നേറ്റീവ് പ്ലേസ് പാലക്കാട് ബോർഡർ. ഉണ്ണിക്ക് കാര്യം മനസ്സിലായി. എന്തിനായിരുന്നു ഇതെല്ലാം എന്ന് വേദനയോടെ ചോദിക്കുകയാണ് ബാലു. ന്യായീകരണങ്ങൾ നിരത്തുകയാണ് ഉണ്ണി. ചിന്നാടൻ ബാബുവിനെ കുത്തിയ കേസിൽ സറണ്ടർ ആകണം. യൂണിഫോമിന്റെ മുന്നിൽ ചേട്ടൻ അനിയൻ ബന്ധങ്ങൾ ഇല്ല എന്ന് ബാലു. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാം എന്ന് പറയുകയാണ് ശിവം. കയ്യോടെ അറസ്റ്റ് ചെയ്യാത്തതിൽ SP-ക്ക് അമർഷം. ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കയ്യോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു. എന്നാൽ 10 മണിക്ക് ശിവം എത്തുന്നു. സ്റ്റേഷനിലെ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് ആയിരുന്നു. 5 മിനിറ്റിനുള്ളിൽ വക്കീലെത്തും എന്ന് ശിവം. ആ 5 മിനിറ്റിനുള്ളിൽ SP ശിവത്തെ ഇടിക്കുകയാണ്. VIP പുള്ളിയെ ഇടിക്കാൻ വേണ്ടി തന്നെയാണ് SP സ്റ്റേഷനിൽ എത്തിയത്. ഭായിയും വക്കീലും എത്തി. ശിവത്തെ ജാമ്യത്തിലിറക്കുന്നു. ഇടികൊണ്ട രോഷത്തിൽ SP-യെ വെല്ലുവിളിക്കുകയാണ് പരമശിവം. ലോഡിങ്ങിനിടയിൽ ബാലു ശിവത്തെ കാണാൻ വരുന്നു. ഇനി തൊഴിൽ വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ചെറുപ്പം മുതൽ വീട്ടിലുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാധ്യതകളുമെല്ലാം തന്റെ തലയിലായ കാര്യം പറയുകയാണ് ശിവം. എന്നാൽ ബാലു അതൊന്നും സ്വീകരിക്കുന്നില്ല. എനിക്ക് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ലോ? എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോ. ചേട്ടനെ സ്പിരിറ്റ് കടത്താൻ സമ്മതിക്കില്ലെന്ന് ബാലു പറയുന്നതോടെ പരമശിവത്തിന് വാശി കൂടുന്നു. നാളെ രാത്രി 9-നും 10-നും ഇടയിൽ വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ തന്റെ ലോഡുകൾ കടന്നുപോകും. തടയാൻ പറ്റുമെങ്കിൽ തടയ് എന്ന് പറഞ്ഞ് പരമശിവം ബാലുവിനെ വെല്ലുവിളിക്കുന്നു. പിറ്റേന്ന് രാത്രി ചെക്ക് പോസ്റ്റിൽ കനത്ത സുരക്ഷ. SI ബാലു അതീവ ജാഗ്രതയിൽ. ഇതിനിടയിൽ പാലക്കാട് ചിറ്റൂരിൽ വൻ തീപിടുത്തം. നാട്ടിലെ ഫയർ എഞ്ചിൻ മതിയാകാത്തതുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഫയർഫോഴ്സ് കടന്നുപോകും. ചെക്ക് പോസ്റ്റ് തുറന്നുകൊടുക്കാൻ SP-യുടെ നിർദ്ദേശം. എമർജൻസിയായി ചെക്ക് പോസ്റ്റ് തുറന്നുകൊടുക്കുന്നു. ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ കടന്നുപോകുന്നു. പിന്നിൽ വാളയാർ പരമശിവത്തിന്റെ ആളുകൾ. പിന്നാലെ പരമശിവം എത്തുന്നു. പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി. എന്റെ സ്പിരിറ്റുമായിട്ട് ഷാർപ്പ് 10. വിഡിത്തം കാണിക്കല്ലേ ബാലി സാറേ. ഫയർ എഞ്ചിന്റെ ഒക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ജീപ്പിന് കഴിയോ? വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. പരമശിവം വീണ്ടും ജയിക്കുന്നു. സമയം രാത്രി 10 മണി. ഭായി സന്തോഷിക്കുന്നു. എന്നാൽ തന്റെ അനിയൻ തോറ്റതിൽ ശിവം സങ്കടപ്പെടുന്നു. താൻ വാളയാർ പരമശിവം ആണെന്നതുൾപ്പെടെയുള്ള സത്യങ്ങൾ അമ്മ അറിയുന്നതിന് മുൻപ് എല്ലാം അവസാനിപ്പിക്കണം എന്ന ചിന്തയിൽ പരമശിവം കുറച്ചു പണമെടുത്ത് എല്ലാം അവസാനിപ്പിച്ച് ഭായിയെ വിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കറിയാച്ചന്റെ വീട്ടിൽ പോയി പണയപ്പെടുത്തിയ വീടിന്റെ പ്രമാണം പലിശ സഹിതം അടച്ച് തിരികെ വാങ്ങുന്നു.
ഈ സമയം ജയിലർ ദിവാകരൻ ഗോപികയെ കാണാൻ വീട്ടിലെത്തുന്നു. ഉണ്ണിയെ കണ്ടില്ല. ഒരു ഫോട്ടോ കാണിക്കാൻ പറഞ്ഞതോടെ അമ്പിളി ഒരു ഫോട്ടോ കാണിച്ചു. ഇത് വാളയാർ പരമശിവമല്ലേ എന്ന് ചോദിച്ചതോടെ രംഗം വഷളായി. അമ്മ ഇടയുന്നു. എന്നാൽ അത് സത്യമാണെന്ന് ബാലു പറയുന്നതോടെ അമ്മ രോഷാകുലയാകുന്നു. ഈ സമയം ഉണ്ണി വീടിന്റെ പ്രമാണവുമായി പരമശിവത്തിന്റെ കുപ്പായം ഊരിയെറിഞ്ഞ് വീട്ടിലേക്ക്. പ്രതീക്ഷകൾക്ക് വിപരീതമായത് സംഭവിച്ചു. നീയാണോടാ പരമശിവം? ചോദിച്ചത് കേട്ടില്ലേ? നീയാണോ പരമശിവം? അമ്മേ, ആരതൊക്കെ? നീ പരമശിവല്ലെന്ന് എന്റെ മുമ്പിൽ വെച്ച് പറയണ നിന്റെ അമ്മയോട്. സാർ, തന്റെ ന്യായം കേൾക്കാൻ തയ്യാറാകാത്ത അമ്മയ്ക്ക് മുന്നിൽ തോറ്റ ഉണ്ണി നിസ്സഹായനായി നിന്നു. ദിവാകരൻ ഗോപികയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ അമ്മ തടയുന്നു. ഗോപികയെ ബാലുവിനെ കൊണ്ട് കെട്ടിക്കും എന്നു പറയുമ്പോൾ ഉണ്ണി തകരുന്നു. എന്നാൽ തനിക്കും എല്ലാം അറിയാമായിരുന്നെന്നും ഉണ്ണിയേട്ടൻ ആരെയും ചതിച്ചിട്ടില്ല എന്നും ഗോപിക പറയുന്നതോടെ രംഗം ശാന്തമാകുന്നു. പരമശിവം വീട് വിട്ട് വീണ്ടും വഴിയരികിൽ ഭായിയുടെ കോൾ. നേരിട്ട് കാണണമെന്ന്. മകൻ ജോണി വാശിയിൽ സ്പിരിറ്റ് കടത്തി പോലീസ് പൊക്കി. ബാലുവാണ് പിടിച്ചതെന്ന്. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജോണിയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ശിവം സമാധാനിപ്പിക്കുന്നു. സ്റ്റേഷനിലേക്ക് കയറി ചെന്ന ശിവം ലോഡ് തന്റേതാണെന്ന് പറഞ്ഞ് ജോണിയെ വിട്ടു നൽകാൻ പറയുന്നു. എന്നാൽ ബാലു അടുക്കുന്നില്ല. ജോണിക്കും ശിവൻ ഉറപ്പു നൽകുന്നു, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ ഞാൻ പുറത്തെത്തിക്കുമെന്ന്. ഈ സമയം SP-യുടെ വീട്ടിലേക്ക് ചിന്നാടൻ വർക്കിയും മകനും. ഭായിയുടെ മകൻ ജോണിയെ കസ്റ്റഡിയിൽ കിട്ടിയ കാര്യം പറയാനാണ് വന്നത്. ജോണിയെ കസ്റ്റഡിയിൽ വെച്ച് കൊന്നാൽ അത് ബാലുവിനോട് ഭായിക്കുള്ള ശത്രുത തീർക്കാൻ കാരണമാകും. ബാലുവിനെ ഭായി ഉപദ്രവിച്ചാൽ ശിവം ഭായിയെയും വെറുതെ വിടില്ല. ഈ തന്ത്രമാണ് ചിന്നാടൻ പറയുന്നത്. എന്നാൽ പോലീസ് കസ്റ്റഡിയിലുള്ള ജോണിയെ വധിക്കുക പ്രായോഗികമല്ല എന്ന് പറയുന്ന SP-ക്ക് സാമാന്യം നല്ലൊരു സമ്മാനം ചിന്നാടൻ വാഗ്ദാനം ചെയ്യുന്നു. ജോണിയെ മർദ്ദിച്ച് അവശനാക്കി രാത്രി ബാലു സ്റ്റേഷൻ വിടുന്നു. ബാലു പോയതിന്റെ പിന്നാലെ SP സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിൽ SP-യുടെ ആളുകൾ മാത്രമേയുള്ളൂ എന്നുറപ്പിക്കുന്നു. ലോക്കപ്പിൽ കയറിയ SP ജോണിയെ മർദ്ദിക്കുന്നു. ഭായിക്ക് ചിന്നാടന്റെ ഫോൺ. ജോണി ലോക്കപ്പിൽ മരിച്ചു. പരമശിവത്തിന്റെ അനിയൻ ബാലു വൈരാഗ്യം മൂലം ചെയ്തതാണെന്ന് തോന്നുന്നു എന്നും കൂട്ടിച്ചേർത്തു. ജോണിയുടെ മൃതദേഹം കാണുന്ന ഭായി ശിവത്തോടെ രോഷം കൊള്ളുന്നു. ജോണിയുടെ മുഖത്ത് SP-യുടെ മോതിരത്തിന്റെ പാടുകൾ ശിവം കാണുന്നു. SP-യെ രാത്രി റെയിൽവേ ഗേറ്റിൽ തടയുന്ന അച്ചുവും അച്ചായനും. ദേഷ്യം പൂണ്ട SP പുറത്തിറങ്ങുന്നു. ഉടൻ പരമശിവത്തിന്റെ കാർ വന്നിടിക്കുന്നു. ഇതിനിടയിൽ ബാലുവിനെ ആരോ തട്ടിക്കൊണ്ടുപോയതായി ബിജു പറയുന്നു. ബാലുവിനെ തട്ടിക്കൊണ്ടുപോയത് ഭായി ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയ ശിവം ഭായിയുടെ ഗസ്റ്റ് ഹൗസിലെത്തുന്നു. ഭായി ആദ്യം നിഷേധിച്ചെങ്കിലും ശിവം ഉറപ്പിച്ചു ബാലു ഇവിടെയുണ്ട് എന്ന്. മൽപ്പിടുത്തത്തിനിടയിൽ ഭായിയെ കീഴ്പ്പെടുത്തിയ പരമശിവം പറയുകയാണ്, ബാലു അല്ല നമ്മുടെ ജോണിയെ കൊന്നത്, ആ SP ചിന്നാടന്മാരും ചേർന്ന. ജോണിയെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ ഭായിയും പരമശിവനും ഒന്നിച്ചിറങ്ങുന്നു. എന്റെ മോനെ കൊന്നവരെ വെറുതെ വിടരുതടാ. നോ, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അതിനിവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. ഏയ്, ഇവൻ ശരിയാവില്ല ബായ്. തൽക്കാലം എന്റെ അനിയൻ ഇവിടെ ഇരിക്കുക കേട്ടാ. ചിന്നാടനും മക്കളും രാത്രി ഗസ്റ്റ് ഹൗസിൽ ആഘോഷത്തിലാണ്. SP-യെ കാത്തിരിക്കുകയാണവർ. ഈ സമയം പരമശിവനും കൂട്ടരും ഗസ്റ്റ് ഹൗസ് വളയുന്നു. ഗ്യാസ് ടാങ്കറും സ്പിരിറ്റുമെല്ലാമുണ്ട്. ആദ്യം മേൽക്കുരയിലൂടെ SP-യുടെ ബോഡി ബാഗിലാക്കി താഴേക്കിറക്കുന്നു. ഗസ്റ്റ് ഹൗസ് വാതിലുകൾ തുറക്കാനാകാത്ത വിധം പുറത്തുനിന്ന് പൂട്ടുന്നു. ആദ്യം സ്പിരിറ്റും പിന്നെ ഗ്യാസും കടത്തിവിട്ട് ഒരു ഡ്രോൺ പറത്തി സ്ഫോടനം നടത്തി ചിന്നാടനെയും മക്കളെയും വകവരുത്തി പ്രതികാരം തീർക്കുകയാണ് പരമശിവനും കൂട്ടരും. തെളിവില്ലാത്തതിനാലും രണ്ടാം പ്രതി ഭായി എന്ന ചാണ്ടി കുറ്റം ഏറ്റെടുത്തതിനാലും പരമശിവത്തെ കോടതി വെറുതെ വിട്ടു. ഭായിയുടെ വക ഒരു ഉപദേശവും. ഞാൻ ചെയ്ത കുറ്റത്തിന് നീ 4 വർഷം ശിക്ഷ അനുഭവിച്ചു. വീണ്ടും നീ എനിക്ക് വേണ്ടി പുണ്യാളം പൊറുക്കോടാ. ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പരമശിവമായിട്ട്. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം, ഉണ്ണിയായിട്ട്. അങ്ങനെ വാളയാർ പരമശിവം വീണ്ടും ഉണ്ണിയായി.